ഹായ് ഹലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റേഴ്സ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് പൈത്തൺ ഡേറ്റ ടൈപ്സ് ആണ്. ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡേറ്റ ക്യാൻ ബി ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ്, റൈറ്റ്? ഐ മീൻ, നിങ്ങൾക്ക് ചിലപ്പം ന്യൂമറിക്കൽ ഡേറ്റ അറിയാം, ചിലപ്പം വേറെ ബൂലിയൻ ഡേറ്റ ടൈപ്പുകളൊക്കെ അറിയാം. അപ്പം ബേസിക്കലി ഡേറ്റ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ഓഫ് ഡേറ്റ ദറ്റ് വി ആർ ഗോയിങ് ടു യൂസ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ്. So let's see. Python is a dynamically typed language, meaning that variable do not need explicit declaration of their data types. Below are the primary data types with more comprehensive coverage. എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, പൈത്തൺ എന്ന് പറയുന്നത് ഡൈനാമിക്കലി ടൈപ്ഡ് ഡേറ്റ ടൈപ്പ് ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സിയിലാണെങ്കിലും C++ലാണെങ്കിലും ഒക്കെ നമ്മൾ ഡേറ്റ ടൈപ്സ് മെൻഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് A=5 എന്ന് പറയുമ്പോൾ അവിടെ 5 എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മൾ തന്നെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു C++നാണെങ്കിലും സിക്കാണെങ്കിലും മനസ്സിലാവുക. അതിൽ നമ്മൾ തന്നെ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇന്ന ഡേറ്റ ടൈപ്പ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം, ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പക്ഷേ പൈത്തണിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനൊരു ഡെസിമൽ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡെസിമൽ പോയിന്റ് ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പൈത്തൺ ഓൺ ആയിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇൻറ്റിജർ ആണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂ എന്നുള്ളത് പൈത്തൺ ഓട്ടോമാറ്റിക്കലി സ്വന്തമായി തന്നെ മനസ്സിലാക്കും. സോ അതിനാണ് നമ്മൾ ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡൈനാമിക് ആയിട്ട് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പൈത്തൺ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് ബിലോ ആർ ദ പ്രൈമറി ഡേറ്റ ടൈപ്സ് വിത്ത് മോർ കോംപ്രഹെൻസീവ് കവറേജ്. ലെറ്റ് സി. നമുക്ക് മെയിൻലി ഉള്ളത് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് ആണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഡേറ്റ ടൈപ്പുകൾ നമുക്ക് ബിൽറ്റ് ഇൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫസ്റ്റ് വൺ ഇന്ന് ന്യൂമറിക് ആണുള്ളത്. പൈത്തണിൽ ന്യൂമറിക് ഡേറ്റ ടൈപ്സ് മെയിൻ ആയിട്ടുള്ളത് മൂന്നെണ്ണം മാത്രമാണ്: ഇൻറ്റ്, കോംപ്ലക്സ്, ഫ്ലോട്ട്. പിന്നുള്ളത് സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് ആണ്. നമുക്ക് പൈത്തണിൽ കാണപ്പെടുന്ന സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് ആണ് ലിസ്റ്റ്, ടപ്പിള്, സ്ട്രിങ്. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് എന്നല്ല, ഒരു ഫംഗ്ഷൻ ആണ്. സോ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതിയാവും. പിന്നെ സെറ്റ് എന്ന് പറയുന്നത് ഫ്രോസൺ സെറ്റും ഉണ്ട്, അതുപോലെ നോർമൽ സെറ്റും ഉണ്ട്. പിന്നെ മാപ്പിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിക്ഷണറി ആണുള്ളത്. പിന്നെ ബൂലിയൻ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കാണുന്ന മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഡേറ്റ ടൈപ്പ് ആണ് ബൂലിയൻ. അതിൽ നമുക്ക് ട്രൂ, ഫോൾസ് ആണ് വരിക. പിന്നെ നൺ ടൈപ്പ്, ഇതും ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്നതാണ്. നൺ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഡേറ്റ ടൈപ്സിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി ഓർത്തിരിക്കേണ്ടത് സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് മിക്ക ഇന്റർവ്യൂവിലൊക്കെ ബേസിക് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ലിസ്റ്റ്, ടപ്പിള്, സ്ട്രിങ് ആണ് മെയിൻ ആയിട്ട് ഉള്ള സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ്. അതിൽ റേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നോർമലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കാണപ്പെടുന്ന ഡേറ്റ ടൈപ്പുകളാണ് ഈ ഇപ്പൊ പറഞ്ഞ ന്യൂമറിക് ആണെങ്കിലും ബൂലിയൻ ആണെങ്കിലും നൺ ടൈപ്പ് ആണെങ്കിലും. പക്ഷേ പൈത്തണിൽ മാത്രം കാണപ്പെടുന്ന ഡേറ്റ ടൈപ്പുകളാണ് ലിസ്റ്റ്, ടപ്പിള്, സ്ട്രിങ്, സെറ്റ്, ഡിക്ഷണറി. അപ്പൊ ഈ 5 എണ്ണം കൂടി ഒന്ന് എടുത്ത് അറിഞ്ഞിരിക്കുക. കാരണം മിക്ക ഇന്റർവ്യൂവിലും ഇവ തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഫസ്റ്റ് വൺ ന്യൂമറിക് ഡേറ്റ ടൈപ്സ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. യു ഓൾ ഗൈസ് നോ അബൌട്ട് ഇറ്റ്. ഐ മീൻ, numeric data types are used to store and manipulate numbers in Python. They form the core of mathematical computations, data analysis, and scientific programming. Python provides 3 built-in numeric data types: int, float, complex. റിമാർക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, പൈത്തൺ ഹാസ് ഓൺലി 3 ന്യൂമറിക് ഡേറ്റ ടൈപ്സ്: ഇൻറ്റ്, ഫ്ലോട്ട് ആൻഡ് കോംപ്ലക്സ്. ഇറ്റ് ഡസ് നോട്ട് യൂസ് എനി ടൈപ്പ് ലൈക്ക് ലോങ്, ഡബിൾ, ഇൻറ്റ്. Int handle large integers, float represent decimal values, and complex is used for numbers with the imaginary parts. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ന്യൂമറിക് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ്. ഇതെന്ന് പറയുന്നത് മെയിൻലി ഫോം ദ കോർ ഓഫ് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്. അതായത് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസും ഡേറ്റ അനാലിസിസും സയന്റിഫിക് പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇവയൊക്കെ.
അപ്പം മെയിൻലി നമുക്ക് 3 രീതിയിലാണ് ബിൽറ്റ് ഇൻ ന്യൂമറിക് ഡാറ്റ ടൈപ്സ് വരുന്നത്: ഇന്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ്. മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്, ലോങ്, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ പൈത്തണിൽ ഈ 3 മാത്രമാണ് വരുന്നത്. കോംപ്ലക്സ് വന്നിട്ട് നമുക്ക് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും, കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. റിമൈനിങ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ഡെസിമൽ പോയിന്റ് വന്നാലും ഫ്ലോട്ടിംഗ് പോയിന്റ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. പിന്നെ എത്ര ലാർജ് ഇൻറ്റിജർ വന്നാലും സ്മോൾ ഇൻറ്റിജർ വന്നാലും ഇൻ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് അടുത്ത ഡേറ്റ ടൈപ്പ്, ഇത് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുകയാണ്. ഇൻറ്റിജർ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാണ്. യു നോ വാട്ട് ഈസ് ഇൻറ്റിജർ? റെപ്രസെന്റ് വോൾ നമ്പേഴ്സ് വിത്തൗട്ട് എനി ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാതെ വോൾ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമുക്കതിനെ ഇൻറ്റിജർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വാല്യൂസിൽ നിന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ നോ സൈസ് ലിമിറ്റേഷൻ, പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നും ഇല്ല. പിന്നെ ഇമ്മ്യൂട്ടബിൾ ആണ്, നമുക്ക് മാറ്റങ്ങളൊന്നും ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല വൺസ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം. സപ്പോർട്ട്സ് ഓൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഒബ്വിയസ്ലി ഇൻറ്റിജർ അല്ലേ. പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്താണ്? എ ഫ്ലോട്ടിംഗ് പോയിന്റ് represent decimal numbers, contain fractional values stored in double precision, 64 ബിറ്റിലൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സബ്ജക്ട് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രിസിഷൻ എറേഴ്സ്. പിന്നെ ഇമ്മ്യൂട്ടബിൾ ആണ്. സോ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്. എ കോംപ്ലക്സ് നമ്പർ കണ്ടെയ്ൻ എ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. Used in scientific and engineering computations, has two parts, real and imaginary. It is also immutable. So I hope you guys understood numeric data types in Python. And let's go to the next part. ബൂലിയൻ ഡേറ്റ ടൈപ്പ്. ബൂലിയൻ ഡേറ്റ ടൈപ്പ് എന്താണ്? എല്ലാത്തിലും നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് വേണ്ട ഒരു ഡേറ്റ ടൈപ്പാണ് ബൂലിയൻ ഡേറ്റ ടൈപ്പ്. The Boolean data type is used to represent truth values in Python. It plays a crucial role in decision making and control flow. Python provide only two Boolean values, true or false. A Boolean represent either true or false. Example: x equal to true, y equal to false. Print type of x. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ബൂൽ എന്നായിരിക്കും വരിക. സോ ഒന്നുമില്ല, ബൂലിയൻ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് പൈത്തണിൽ ഒരു കണ്ടീഷൻ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ, അല്ലെങ്കിൽ ഒരു വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിലും ഒരു പ്രോഗ്രാമിംഗിന്റെ കൺട്രോൾ ഫ്ലോ ഹാൻഡിൽ ചെയ്യാനും ഒരു ക്രൂഷ്യൽ റോള് തന്നെ ബൂലിയൻ ഡേറ്റ ടൈപ്പ് വഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പൈത്തണിൽ നമുക്ക് 2 രീതിയിലാണ് ബൂലിയൻ വാല്യൂസ് വരുന്നത്: ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ബൂലിയൻ ഡേറ്റ ടൈപ്പ്. ആൻഡ് ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പാർട്ട്, നൺ ഡേറ്റ ടൈപ്പ്. What is none? The none data type represents the absence of a value or null value in a Python. Python has only one value of this type, none. Represent no value or empty value, has only one value, none. Type is none type, immutable ആണ്. പിന്നെ കോമൺലി യൂസ്ഡ് ആസ് എ ഡീഫോൾട്ട് വാല്യൂ ഇൻ ഫങ്ഷൻസ്. നൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു ഡേറ്റ സെറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ടേബിൾ ഓഫ് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ, ആ ഒരു സെല്ല് മാത്രം എം ടി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നൺ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അതായത് ആ സെല്ല് നള്ളാണ് അല്ലേ, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൺ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. സോ റിയൽ വേൾഡ് പ്രോബ്ലത്തിലൊക്കെ, അതായത് റിയൽ വേൾഡ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈ മോഡൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി വി ഹാവ് ടു ഹാൻഡിൽ വിത്ത് ലോട്ട് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. അറ്റ് ദ ടൈം മേ ബി സം സെൽസ് എം ടി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എം ടി സെൽസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒബ്വിയസ്ലി നമുക്കൊരു ടൈപ്പ് വേണമല്ലോ. സോ അതാണ് നൺ ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് സീക്വൻസ് ഡേറ്റ ടൈപ്പ്.